ഹലോ കൂട്ടുകാരെ, നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ് ഇസ് 90. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് എഴുതേണ്ടത്. അറ്റോമിക് നമ്പർ 19 വരുന്ന മൂലകം എന്ന് പറയുന്നത് പൊട്ടാസ്യം കെ ആണ്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s1 4s1. അപ്പോൾ ഈ പൊട്ടാസ്യത്തിൻ്റെ കേസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1s2 2s2 2p6 3s2 3p6 നമ്മൾ അടുത്ത് 3D എഴുതും. 3D എഴുതരുത്. 3D 1 എന്ന് നമ്മൾ എഴുതി പോകും. പക്ഷെ അത് തെറ്റാണ്. 3D 1 അല്ല, 4s1 ആണ് അടുത്ത് വരുന്നത്. കാരണം നമ്മൾ പഠിച്ചായിരുന്നു 3p കഴിഞ്ഞ് അടുത്ത സബ്ഷെല്ലിൽ ഏതാണ് വരുന്നത്? 4s ആണ് വരുന്നത് അല്ലേ? കാരണം 3Dയേക്കാളും എനർജി കുറവ് ആർക്കാണ്? 4sനാണ്. അതുകൊണ്ട് ആരാണ് 4s കഴിഞ്ഞിട്ടേ 3D വരത്തുള്ളൂ. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ കേസിൽ ശ്രദ്ധിച്ചോണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരുന്നത്? 1s2 2s2 2p6 3s2 3p6 4s1 ആണ് വരുന്നത്. 4s1 ഇത് ശ്രദ്ധിച്ചോണം. 4s1 ആണ് വരേണ്ടത്. അല്ലാതെ 3D 1 എന്നൊന്നും എഴുതി തെറ്റിക്കരുത്. 4s1. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പൊട്ടാസ്യം കെ എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. കാരണം അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണ് കയറിയിരിക്കുന്നത്? എസ്സിലാണ് അല്ലേ? എസ് സബ്ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലോക്ക് ടു വിച്ച് എലമെൻറ്റ് ബിലോങ്സ്. ഈ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്കിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ബ്ലോക്ക് ടു വിച്ച് ദി എലമെൻറ്റ് ബിലോങ്സ്. ഈ എലമെൻറ്റ് ഉൾപ്പെടുന്ന ബ്ലോക്കിലെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞത്. ഇത് എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ എന്താണ്? ഹൈലി റിയാക്റ്റീവ് മെറ്റലാണ്. ഉയർന്ന പ്രതികരണ ശേഷിയുള്ള ലോഹങ്ങളാണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റലാണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഉയർന്ന പ്രതികരണശേഷിയുള്ള ലോഹമാണ്. എസ് ബ്ലോക്ക് എലമെൻസിൽ ഇത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? അവസാനത്തെ ഇലക്ട്രോൺസ് എത്രയാണ്? 1 ആണ്. എസ്സിലിരിക്കുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ അത് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ആണ്. അതുപോലെ തന്നെ നെയിം എന്താണ്? ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ. ആൽക്കലി ലോഹങ്ങൾ. ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ശ്രദ്ധിച്ചോളുക. പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന 1s2 2s2 2p6 3s2 3p6 4s1 എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. കാരണം അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അവസാനത്തെ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അത് ഗ്രൂപ്പ് 1ലാണ് വരുന്നത്. അവ ആൽക്കലി മെറ്റൽസ് ആണ്. അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. ഇവയെല്ലാം എന്താണ്? ഹൈലി റിയാക്റ്റീവായിട്ടുള്ള മെറ്റലുകളാണ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അടുത്തായിട്ട് ഇത് ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ ആർ 12 gram ആൻഡ് 16 gram റെസ്പെക്റ്റീവ്ലി. നമുക്ക് തന്നിട്ടുണ്ട് കാർബണിൻ്റെ ഓക്സിജൻ്റെയും ഗ്രാം മോളിക്കുലർ മാസ് 12 ഗ്രാമും 16 gram എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് CO2ൻ്റെ ഗ്രാം മോളിക്കുലർ മാസ് എത്ര ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കാർബൺ 12 ആണ്, 12 gram. അതുപോലെ തന്നെ ഓക്സിജൻ 16 ആണ്. ഇവിടെ കാർബൺ ഒന്നേ ഉള്ളൂ. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? CO2 2 ഉണ്ട്. അപ്പോൾ 16 × 2 നമുക്ക് 32 gram എന്ന് കിട്ടും.
അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രാം മോളിക്കുലർ മാസ് നമുക്ക് GMM എന്ന് എഴുതാമല്ലോ. GMM ഓഫ് CO2 gram molecular mass of carbon dioxide is equal to 12 plus 32 equal 44 gram എന്ന് കിട്ടും. 44 gram. അടുത്ത രണ്ടാമത്തെ ചോദ്യം 220 gram ഓഫ് CO2യിലുള്ള മോളുകളുടെ എണ്ണം. അപ്പോൾ മോൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാറ് ഇക്വേഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ ഇവിടെ നമുക്ക് 220 gram എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് 220 ആണ്. 220 ബൈ മോളിക്കുലർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു 44. അപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 5 moles എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം മോളിക്യൂൾസിൻ്റെ എണ്ണം. ഇതിലുള്ള മോളിക്യൂൾസ് CO2യിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണമാണ്. ഒരു മോളിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 5 മോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 × അവഗാഡോ നമ്പർ. 5 × 6.022 × 10⁻23 മോളിക്യൂൾസ് എന്ന് എഴുതുക. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പർ ഈക്വൽ 5 × 6.022 × 10⁻23 മോളിക്യൂൾസ്. ഇപ്പോൾ മോൾസ് തന്നിട്ട് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മോൾസിൻ്റെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പർ എഴുതി വെച്ചാൽ മതി. മോളിക്യൂൾസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈക്വൽ 5 × 6.022 × 10⁻23 മോളിക്യൂൾസ്. വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം മോൾസിൻ്റെ എണ്ണം വെച്ച് ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ given volume by 22.4. നമുക്കിവിടെ വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. വോളിയം നമുക്ക് അറിയത്തില്ല. അപ്പോൾ മോൾസിൻ്റെ എണ്ണം നമുക്കറിയാം. എത്രയാണ് മോൾസിൻ്റെ എണ്ണം? 5 മോളുണ്ട്. അപ്പോൾ 5 ഈക്വൽ V ബൈ വോളിയം ബൈ വ്യാപ്തം ബൈ 22.4 ഈക്വൽ. അപ്പോൾ നമുക്ക് വ്യാപ്തം ഈക്വൽ അല്ലെങ്കിൽ വോളിയം ഈക്വൽ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 5 × 22.4 എന്ന് വരും. അപ്പോൾ നമുക്ക് വോളിയം വ്യാപ്തം 112 ലിറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇതിനെ റീഅറേഞ്ച് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ വ്യാപ്തം നമുക്ക് 112 ലിറ്റർ എന്ന് കിട്ടും. ഇവിടെ തന്മാത്രകളുടെ എണ്ണം 5 × മോളുകളുടെ എണ്ണം ഇൻറ്റു അവഗാഡോ നമ്പർ ചെയ്യുക. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. മാസ് നമുക്ക് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസ് ബൈ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വ്യാപ്തമായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മോളുകളുടെ എണ്ണം നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് വ്യാപ്തം വോളിയം നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വ്യാപ്തം വോളിയം എത്രയാണെന്ന് ഇവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്ന ചോദ്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്